ഹായ് ഹലോ ഐ എം ശില്പ. നമ്മ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ നീറ്റ് 2025 ഇനിയിപ്പോ 4 മാസം കൂടെ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ മെസ്സേജസ് വരുന്നത് നീറ്റ് റിലേറ്റഡ് ആയിട്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഒരിക്കലും ഈ ഒരു വീഡിയോ കൊണ്ട് 4 മാസം കൊണ്ട് നമുക്ക് നീറ്റ് ക്ലിയർ ചെയ്യാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലാസ്റ്റ് 4 മന്ത്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ഞാൻ ഈ 4 മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞാൻ ഇതിലൊരു 1 വീക്ക് ചാലഞ്ച് പറയുന്നുണ്ട്. ഈ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിങ്ങളുടെ സ്റ്റഡീസിൽ വരുത്താൻ വേണ്ടി ഓരോ ദിവസം അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ ഒരു 1 വീക്ക് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റഡീസിൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 1 വീക്ക് ചാലഞ്ച് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എന്റെ നീറ്റിന്റെ പ്രിപ്പറേഷനിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്റെ കൂടെ ഉള്ള എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ചോദിച്ച് അവരെങ്ങനെ ആയിരുന്നു ലാസ്റ്റ് അവരുടെ നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതാ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു A4 ഷീറ്റ് പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് കയ്യില് നമുക്ക് വെക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് അതൊരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു 1 വീക്ക് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് ചെയ്യുന്ന വഴിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ നല്ല പോലെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോഴും ഞാൻ എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. സോ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കുമല്ലോ. ഏത് സമയത്താണ് നിങ്ങൾ എഴുന്നേക്കുന്നത്, അതെന്തോ ആവട്ടെ. ഇപ്പൊ നിങ്ങളുടെ ടൈം ഏതാണ്? ഇപ്പം ഞാൻ ആയിരുന്ന സമയത്ത് ഒരു 4:30 ആ ഒരു ടൈമൊക്കെ, രാവിലെ 4:30ക്ക് എഴുന്നേക്കും. ചിലർ 8 മണിക്കായിരിക്കും, ചിലത് 9 മണിക്കായിരിക്കും. അതെന്തോ ആവട്ടെ, നിങ്ങൾ രാവിലെ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ ഒരു ടൈം എഴുതുക. അതിനുശേഷം നമ്മൾ ഉറങ്ങുന്ന ടൈമും കൂടെ നമ്മൾ എഴുതണം. പിന്നെ ഈ ഉറങ്ങുന്നതിന്റെ കാര്യം വേണ്ടി പറയുമ്പോൾ ലാസ്റ്റ് ഒക്കെ ആറാകുമ്പോഴേക്കും ഉറങ്ങണ്ട, ഉറങ്ങാതെ ഇരുന്ന് പഠിക്കാന്നുള്ള ഒരു ഇത് വരും. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നല്ല രീതിയിൽ മാക്സിമം ഒരു 6 to 7 hour എങ്കിലും ഉറങ്ങിയാലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലായാലും നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഒരു 6 to 7 hour ഉറങ്ങണം. അപ്പൊ ഞാനായിരുന്ന സമയത്ത് രാവിലെ 4:30ക്ക് എഴുന്നേക്കുമെങ്കിൽ രാത്രി കുറച്ചുകൂടെ നേരത്തെ കിടന്നുറങ്ങും. ഒരു 10 മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അതുപോലെ നിങ്ങൾ കിടന്നുറങ്ങുന്ന ഒരു ടൈമും നിങ്ങൾ എഴുതാം. അതായത് ഈ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ ഉറക്കം വേണമെന്നുള്ള മൈൻഡ് വെച്ചിട്ട് തന്നെ. ഇപ്പൊ ഇത് നോക്കി വെക്കുമ്പോൾ എങ്ങനെ വന്നാലും ബാക്കി നിങ്ങൾക്ക് ഒരു 17 to 18 hour നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ബാക്കി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ഫുഡ് കഴിക്കുക, പിന്നെ ഫ്രഷ് ആവുക, അങ്ങനത്തെ പല കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 13 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി മാത്രമായിട്ട് കിട്ടും. ആ മണിക്കൂറുകൾക്ക് വേണ്ടി ഒരു ടു ഡു ലിസ്റ്റ് വെക്കുക. അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് മുതൽ ഈ ഒരു ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഈ പറയുന്ന പോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇപ്പൊ നിങ്ങളിപ്പോ ജാനുവരി 18 തൊട്ടിട്ടാണ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നെങ്കിൽ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു ദിവസത്തെ മാത്രം. എന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റിനും, ഇപ്പൊ ബയോളജിക്കും അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രിക്കും പിന്നെ ഫിസിക്സിനും 3 സബ്ജക്റ്റിന് വേണ്ടിയുള്ള ടു ഡു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഈ ടു ഡു ലിസ്റ്റിൽ നമ്മുടെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ 3 സബ്ജക്റ്റും ഈക്വൽ ആയിട്ട് ഉണ്ടാകണം. ഇനി ഇതില് ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ദിവസം ഞാൻ എങ്ങനെയൊക്കെ ടോപ്പിക്സ് എടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബയോളജിയിൽ എനിക്കൊരു യൂണിറ്റ് ഉണ്ട്. എനിക്ക് ആ ഒരു യൂണിറ്റ് 1 വീക്ക് കൊണ്ട് കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ 1 വീക്കിലെ ഓരോ ഡേയും കുറച്ച് കുറച്ച് പോർഷൻസ് കവർ ചെയ്താലേ ഈ ഒരു 1 വീക്ക് കൊണ്ട് ആ യൂണിറ്റ് കവർ ചെയ്യത്തുള്ളൂ. അപ്പൊ ആ ഓരോ യൂണിറ്റിലെ ഓരോ ചാപ്റ്റേഴ്സോ
അല്ലെങ്കിൽ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ഒക്കെ ഓരോ ദിവസവും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജിയിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലും നമ്മൾ ടോപ്പിക്സ് എല്ലാം കൂടെ പാടായിട്ടുള്ള ഒരു ടോപ്പിക്സ് ഒരു ദിവസം ഇടരുത്. അതുപോലെ തന്നെ എല്ലാം ഈസി ആയിട്ടുള്ള ഇടല്, എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട്, അതായത് കുറച്ച് നല്ല ടഫ് ആയിട്ടുള്ളത്, ഒന്നെങ്കിൽ ബയോളജി കുറച്ച് ഈസി ടോപ്പിക്സ് ആണെങ്കിൽ കെമിസ്ട്രി കുറച്ച് മോഡറേറ്റ് ആയിട്ട്, ഫിസിക്സ് കുറച്ച് ടഫ് ആക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ചു. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഈ ടു ഡു ലിസ്റ്റിൽ ജസ്റ്റ് ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ച് അവർ മാറ്റി വെക്കുക. അങ്ങനെ അതെല്ലാം നമുക്ക് ഈ ടു ഡു ലിസ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഇൻ ബിറ്റ്വീൻ ഇപ്പൊ കുറെ കുട്ടികൾക്കായാലും ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് ആണ്. അതായത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിലല്ല, നമുക്ക് ആ പഠിച്ച നോളേജ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എത്രത്തോളം നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസ് തന്നെയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അത് മാത്രമല്ല, ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണ്, അതായത് നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യന് 5 മിനിറ്റും 10 മിനിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, പ്രത്യേകിച്ച് നീറ്റ് പോലത്തെ ഒരു എക്സാമിൽ. സോ അതിന് നമ്മൾ മാക്സിമം ഡ്യൂറേഷൻ എത്രത്തോളം കുറച്ചിട്ട് നമ്മൾ ആൻസറിലേക്ക് വരുന്നു അത്രത്തോളം നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും കാര്യങ്ങളും പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മളൊന്ന് മൊത്തത്തിൽ നമ്മുടെ ഒരു നീറ്റിന്റെ റിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടോ എന്നൊക്കെ കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മുടെ ടെല്ല എന്ന് പറഞ്ഞിട്ട്. സോ ടെല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് പവർ ബാങ്ക് സീരീസ് എന്ന് പറയുന്നത്. അത് ഏതൊരു നീറ്റ് ആസ്പിരന്റും അവരുടെ ഒരു പ്രിപ്പറേഷന്റെ ഒരു എൻഡ് സ്റ്റേജിൽ, അതായത് നമ്മുടെ ഒരു റിവിഷൻ പീരീഡ് ആണല്ലോ നമ്മളിപ്പോ ഈ ലാസ്റ്റ് 4 months ഒക്കെ വരുന്ന, അപ്പൊ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ പവർ ബാങ്ക് സീരീസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കുറെ റിവിഷൻ വീഡിയോസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്നെ ഒരു സ്ഥാനത്ത് നിന്ന് ആലോചിക്കും, അല്ലെങ്കിൽ എന്റെ പണ്ടത്തെ എനിക്ക് വേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, എനിക്കിപ്പോ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെ തെറ്റ് പറ്റും. പക്ഷെ നമുക്ക് ഈ തെറ്റ് എന്താണ് പറ്റിയതെന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ പിടിയിടില്ല. സോ അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ക്വസ്റ്റ്യനിലും ഈ ആൻസർ ഇങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാം. പിന്നെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് പറയേണ്ടത്, അല്ലെങ്കിൽ ആസ് എ നീറ്റ് ആസ്പിരന്റ് നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ചാപ്റ്റർ വൈസും അല്ലെങ്കിൽ സബ്ജക്ട് വൈസും കുറെ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഒരു PDF രീതിയിലായാലും നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ പവർ ബാങ്ക് സീരീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെ, പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഫിസിക്സിന്റെ ഒരു പ്രോബ്ലം ഒക്കെ എനിക്കിപ്പോ എത്ര കൺസെപ്റ്റ് അറിയാമെങ്കിലും കുറെ ടൈം എടുത്തിട്ടായിരിക്കും അത് സോൾവ് ചെയ്യുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ 5 മിനിറ്റ് എടുക്കുമ്പോൾ ബാക്കി 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ള സമയമാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ഒരു 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. സോ അതും നമുക്ക് എങ്ങനെയാണ്, അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന വേറൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രോബ്ലംസ് വിത്തിൻ 1 മിനിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്തു, ലാസ്റ്റ് മിനിറ്റ് ആയി, റിവിഷൻ വേണം, കുറെ ടെസ്റ്റ് സീരീസ് വേണം, അതുപോലെ തന്നെ നമ്മളൊന്ന് ഗൈഡ് ചെയ്യാനും, അത് മാത്രമല്ല ഇതിന്റെ അകത്ത് നമ്മുടെ പേഴ്സണൽ പ്രോഗ്രസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് മറ്റാരും കാണുന്നില്ല, നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഓരോരോ സബ്ജക്റ്റിലും ഫിസിക്സിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ എങ്ങനെയാണ്, ബയോളജിയിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രസ് നമുക്ക് തന്നെ ഒന്ന് അസസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് നീറ്റിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ പവർ ബാങ്ക് സീരീസിലൂടെ നമുക്ക് ടെല്ല തരുന്നത് 749 ആണ്. അപ്പം സത്യം പറഞ്ഞാൽ നല്ല ഫീസ് കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആപ്പിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആയ എനിക്ക് അത്രയും സന്തോഷം. അങ്ങനെ നിങ്ങൾ 3 സബ്ജക്റ്റും ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട് ഒരു ദിവസം കവർ ചെയ്യേണ്ട ആ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ഒരു ദിവസത്തെ പഠിത്തം കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ആ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് സമയം നിങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്യാം. ഓക്കെ, എന്റെ ഈ ടു ഡു ലിസ്റ്റില് ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അതായത് ബയോളജിയിൽ ഇത്രയായിരുന്നു ടാർഗറ്റ്, ഇതിൽ ഏതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അതിനൊരു ടിക്ക് കൊടുക്കുക. പിന്നെ കംപ്ലീറ്റ് ചെയ്യാത്ത പോർഷൻസ് മാറ്റി വെക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും. എന്നിട്ട് ഞാൻ ഈ ഒരു ദിവസത്തിൽ, അതായത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 13-14 മണിക്കൂറൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പഠിത്തത്തിന് വേണ്ടി. ഇതിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ട് ഞാൻ അത് യൂസ് ചെയ്തു, ഏതൊക്കെയാണ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഒന്ന് മൈൻഡ് ഡൗൺ ആക്കിയ കാര്യങ്ങൾ എന്തായിരുന്നു, ജസ്റ്റ് നിങ്ങൾ അത് അനലൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ദിവസം വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട്, ലൈക്ക് നിങ്ങൾ ഇത്രയും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബി പ്രൗഡ്. അതായത് ഞാൻ ഇത്രയും തീർത്തല്ലോ, ഞാൻ ഇത്രയും പഠിച്ചല്ലോ എന്ന രീതിയിൽ അത് നിങ്ങൾ എഴുതി വെക്കുക, ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു.
എന്ന് വെച്ചാൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ കൂട്ടത്തില് ഇന്ന് ഞാൻ ഇത് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിനുള്ള സാഹചര്യം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാത്തിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഡൗൺ ആയതാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൗഡ് ആവുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്തു, സോ ഈ എന്നെ ഡിസ്ട്രാക്ട് ചെയ്ത ഈ ഒരു ഫാക്ടേഴ്സ്, ഞാൻ മുമ്പ് പറഞ്ഞ ഏത് ഫാക്ടർ വേണമല്ല, അത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ എന്ന രീതിയിൽ ഓർത്തിട്ട് അടുത്ത ദിവസം ആ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ഫോണാണെങ്കിൽ ഫോണ് മാറ്റി വെക്കുക. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, നമുക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂഷ്യൽ ആണ്. ഓക്കെ, അത്രയും ക്രൂഷ്യൽ എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് പഠിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ലാസ്റ്റ് ടൈം നിങ്ങൾ എടുക്കുന്ന ഒരു എഫോർട്ടിന്റെ ഒരു അത്രയും ആയിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഫോണാണെങ്കിൽ ഫോണ് മാറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യരുത്. ഞാൻ അത്ര ഓർത്തോളം മൈൻഡ് ചെയ്യരുത്. കാരണം ഇതിനേക്കാളും കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേഴ്സണൽ അല്ല ഞാൻ പറയാണ്. പക്ഷെ അന്ന് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളവരല്ല ഇന്ന് എന്റെ അമ്മയടുത്ത് പപ്പയടുത്ത് കുട്ടി ഡോക്ടർ ആണല്ലേ എന്നൊക്കെ രീതിയിൽ ഒരു എന്താ പറയാ ഭയങ്കര ഒരു റെസ്പെക്ട്, അതായത് ഞാനൊരു ഡോക്ടർ ആയെന്ന്, അല്ലെങ്കിൽ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയെന്നുള്ള റെസ്പെക്ട് എനിക്കും എന്റെ ഫാമിലിക്കും, അതായത് എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ ഇത് ആൾക്കാർ പറഞ്ഞായിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഡൗൺ ആകത്തേ ഉള്ളൂ. അത് ചെയ്യരുത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ടൈമർ ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു, പക്ഷെ അത് ഓവർ സ്ട്രെസ് ആക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമുക്കൊരു സ്ട്രെസ് വരും, അയ്യോ തീരുന്നില്ല, ഈ സമയത്തിനുള്ളിൽ തീരില്ല, അങ്ങനത്തെ വയ്ക്കത്തില്ല എന്നുള്ളവരാണെങ്കിൽ മാത്രം ടൈമർ ഒക്കെ വെച്ച് പഠിക്കുക. അതാകുമ്പോഴേക്കും നമുക്ക് ഓക്കെ ഈ ഒരു ടൈമിലൂടെ എന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണോ നല്ല രീതിയിൽ ഒരു മോട്ടിവേഷൻ വന്നിട്ട് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്റെ മുമ്പത്തെ സ്റ്റഡി വ്ലോഗോ അല്ല എന്റെ ഇപ്പോഴത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ എപ്പോഴും ടൈമർ വെച്ച് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ഓരോ ദിവസം നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പോർഷൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു 1 വീക്ക് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൊരു ആത്മവിശ്വാസം വരും. ഓക്കെ, എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ, എനിക്ക് ഇത്രയും പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഉറപ്പായിട്ടും ഇതിനേക്കാളും ഞാൻ എഫോർട്ട് ഇടും. ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്കൊരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇത്രയും പറ്റും എന്നുള്ള രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരു 1 വീക്ക് പറയുന്നത്. ഇനി വരെ നിങ്ങൾ പഠിക്കേണ്ട നിങ്ങളുടെ ഒരു പാർട്ട് അത്രയും ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. അത്ര നിങ്ങൾ ഈ ഒരു 1 ഇയർ അത്രയും നിങ്ങൾ കൊടുത്തിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. 1 ഇയർ 2 ഇയർ എല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയാണ്. സോ അത്രയും സീരിയസ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ സിലബസ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ നോക്കാത്തതായിട്ട് ഒരു ചാപ്റ്റേഴ്സ് പോലും ഉണ്ടാവരുത്. അതായത് ഓരോ ചാപ്റ്റേഴ്സിലെ എല്ലാ പോർഷനും, ചില സമയത്ത് നമ്മൾ ചില ചാപ്റ്റേഴ്സിൽ ഈ ഒരു പോർഷൻ കുറച്ച് ടഫ് ആയതുകൊണ്ട് പിന്നെ പഠിക്കാന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ കവർ ചെയ്യണം ഒരു ഏപ്രിൽ ആകുമ്പോഴേക്കും. എന്നിട്ട് ഒരു ഏപ്രിൽ ഫുൾ ആയിട്ട് റിവിഷൻ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുള്ള റിവിഷൻസ് ആയിരിക്കും. അതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കണം. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ NCERT വായിക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ചെയ്യണം. കൂടുതലായിട്ടും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.